ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ലോകശക്തിയാകുകയാണ്, വിശ്വഗുരുവാകുകയാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. IT-യിലോ ബഹിരാകാശത്തോ മാത്രമല്ല, മറ്റൊരു മേഖലയിൽ കൂടി നമ്മൾ ലോകത്തെ വിറപ്പിക്കുകയാണ്. ഏതാണ് ആ മേഖല എന്നല്ലേ? ബീഫ് കയറ്റുമതി. അതെ, കേട്ടത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബീഫ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. പ്രതിവർഷം എത്രയാണ് വരുമാനം എന്നറിയാമോ? ഏകദേശം 34,177 കോടി രൂപ. 380 കോടി ഡോളർ നമ്മുടെ ഖജനാവിലേക്ക് ഒഴുകുകയാണ്. ഈ അറവുശാല വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഏത് സംസ്ഥാനമാണെന്ന് അറിയുമ്പോഴാണ് യഥാർത്ഥ ട്വിസ്റ്റ്. ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്ന പശുക്കൾക്കായി ആംബുലൻസ് സർവീസ് വരെ തുടങ്ങിയ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ മൊത്തം ബീഫ് കയറ്റുമതിയുടെ 60% നടക്കുന്നത് UP-യിൽ നിന്നാണ്. മഹാരാഷ്ട്ര, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് തൊട്ടു പിന്നിൽ. തെക്ക് കിഴക്കൻ ഏഷ്യയും മിഡിൽ ഈസ്റ്റിലുമായാണ് ഇന്ത്യയുടെ പ്രധാന ബീഫ് വിപണി. മോദിയുടെ ഭരണത്തിൽ ഇന്ത്യയുടെ ബീഫ് വിപണി അതിവേഗം കുതിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അറവുശാലകൾ, സംസ്കരണ പ്ലാന്റുകൾ, ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ വിപുലമായ ശൃംഖല തന്നെ ഇന്ത്യയിലുണ്ട്. മെലിഞ്ഞതും പോഷക സമൃദ്ധമായ ഗുണങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യയിലെ എരുമയിറച്ചിക്ക് ആഗോളതലത്തിൽ ഉയർന്ന ഡിമാൻഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീഫ് കയറ്റുമതിക്കാരായ അല്ലാന സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJP-ക്കും ശിവസേനയ്ക്കുമെല്ലാം കോടികൾ സംഭാവന ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഇനി BJP MLA സംഗീത് സോം സ്ഥാപിച്ച അൽ ദുവ ഫുഡ് പ്രോസസ്സിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ത്യയിലെ ഹലാൽ മാംസ കയറ്റുമതിക്കാരാണ്. ഇതൊക്കെ എന്തൊരു വിരോധാഭാസമാണല്ലേ? ഒരു വശത്ത് വീട്ടിലെ ഫ്രിഡ്ജിലിരിക്കുന്നത് ബീഫാണെന്ന് ആരോപിച്ച് മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നൊടുക്കിയ നാട്, പശുവിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പഹ്ലുഖാനെയും സൊറാബുദ്ദീനെയും പോലുള്ളവരെ നടുറോഡിൽ തല്ലിക്കൊന്ന നാട്. ബീഫ് കഴിച്ചതിൻ്റെ പേരിലും കൈവശം വെച്ചതിൻ്റെ പേരിലും പാവപ്പെട്ട ദളിതരെയും മുസ്ലിങ്ങളെയും ആൾക്കൂട്ട വിചാരണ ചെയ്യുന്ന അതേ ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ വിശപ്പടക്കാൻ ടൺ കണക്കിന് മാംസം കയറ്റി അയച്ച് കോടികൾ കൊയ്യുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. സൗദി അറേബ്യയിലേക്കും വിയറ്റ്നാമിലേക്കും മലേഷ്യയിലേക്കും UAE-യിലേക്കുമൊക്കെ നമ്മുടെ ബീഫ് പാക്കറ്റുകൾ പറക്കുകയാണ്. ഇവിടെ തെരുവിൽ ചോര വീഴുമ്പോൾ അവിടെ വിദേശ നാണ്യം കിലുങ്ങുന്നു. ഉത്തർപ്രദേശിലെ വിശാലമായ അറവുശാലകളിൽ നിന്ന് ലോറികൾ പായുമ്പോൾ അതിന് കാവൽ നിൽക്കുന്നത് ഇതേ ഭരണകൂടം തന്നെയല്ലേ? സാധാരണക്കാരൻ കഴിക്കുന്ന പോത്തിറച്ചിയിൽ മതവികാരം വ്രണപ്പെടുന്നവർക്ക് അതേ ഇറച്ചി വിദേശത്തേക്ക് വിറ്റുകിട്ടുന്ന 34,000 കോടി രൂപയിൽ യാതൊരു വ്രണവുമില്ല എന്നതല്ലേ സത്യം? വിയറ്റ്നാമുകാരും അറബികളും കഴിക്കുമ്പോൾ ഇല്ലാത്ത ഗോമാതാഭക്തി ഇന്ത്യയിലെ പാവപ്പെട്ടവൻ കഴിക്കുമ്പോൾ മാത്രം എവിടെ നിന്ന് വരുന്നു? പണമൊഴുകുന്ന പ്ലാന്റുകൾക്ക് സുരക്ഷയും പാവപ്പെട്ടവൻ്റെ അടുക്കളയ്ക്ക് കാവലുമാണോ ഇവിടുത്തെ നിയമം? മതാന്തയും രാഷ്ട്രീയവും ചേർത്ത് സാധാരണക്കാരെ തമ്മിലടുപ്പിക്കുകയും അതേസമയം തന്നെ ആഗോള വിപണിയിൽ ബീഫ് വിറ്റ് പണമുണ്ടാക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പിനോട് അല്ലെങ്കിലും എന്ത് പറയാനാണ്? എന്നാലും ആ ഒറ്റ ചോദ്യം ഇതാണ്: ബീഫ് കൈവശം വെച്ചതിൻ്റെ പേരിൽ നിരപരാധികളെ തെരുവിൽ വിചാരണ ചെയ്യുന്ന നിങ്ങളുടെ നാട്ടിൽ നിന്ന് അതേ ബീഫ് പാക്കറ്റുകൾ കയറ്റിയ ലോറികൾക്ക് നിങ്ങൾ തന്നെ പച്ചക്കൊടി കാണിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ മതവികാരം വഴിമാറി കൊടുക്കുന്നത് കോടികൾ കിൽക്കുന്ന ലാഭം കണ്ടിട്ട് തന്നെയല്ലേ? സാധാരണക്കാരുടെ ചോരയ്ക്ക് വിലയില്ലാത്ത നമ്മൾ നടത്തുന്ന ഈ മാംസക്കച്ചവടത്തിൽ ഏത് ദൈവമാണ് സന്തോഷിക്കുന്നത്? വീണ്ടും കാണാം.